ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ, നിങ്ങൾ ഒരു 7ാം ക്ലാസ് പാസ്സായ വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി സർക്കാർ ജോലി നേടാവുന്നതാണ്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലേക്ക് ആയാ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള PSCയിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായിട്ടാണ് ഇപ്പോൾ നിയമനം നടക്കുക. 7ാം ക്ലാസ് വിജയിച്ചവർക്ക് സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ജൂലൈ 16 മുമ്പായിട്ട് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം. ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവുകൾ ഡീറ്റെയിൽസും നോക്കാം. കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് വിവിധ ജില്ലകളിലായിട്ട് പ്രക്ഷിപ്ത ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ എന്നത് 117/2025 ആണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രായപരിധി എന്നത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1989നും 1/1/2007നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST, OBC സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം. 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അതേപോലെ തന്നെ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കാൻ പാടില്ല. ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ ഒരു ജോലി ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് 23,000 രൂപ മുതൽ 50,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ളവർ PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക. ശേഷം 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അപേക്ഷ നൽകുക. ഓക്കെ, വിശദമായ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. താങ്ക്